സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ആകപ്പാടെ പെരുവഴിയിലായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത് കെ സുധാകരന്റെ നിലപാട് തന്നെയാണ്. കണ്ണൂരിൽ സീറ്റില്ലെങ്കിൽ ദില്ലിയിലേക്ക് പോകില്ല എന്ന് കടുപ്പിക്കുകയാണ് സുധാകരൻ. മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇന്നലെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സുധാകരന്റെ അറിവോടെ വന്നതല്ല, സുധാകരനുമായി സംസാരിച്ചു, അങ്ങനെ ഒരു വിഷയമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ ഇന്ന് കെ സുധാകരൻ പറയുന്നു അത് എൻ്റെ അറിവോടെ ഞാനിട്ട കുറിപ്പാണ്, എന്നോട് ആരും സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ ഒന്നെങ്കിൽ പതിവ് പോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊതുസമൂഹത്തോട് കള്ളം പറയുന്നു. ഏതായാലും ഇത്തവണ ആ കള്ളം പൊളിച്ചത് മറുഭാഗത്ത് നിന്നുള്ളവരല്ല, ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്ന കെ സുധാകരൻ തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങൾ പൊളിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേൾക്കാം, അതിനുശേഷം ഇന്ന് കെ സുധാകരൻ പറയുന്നതും കേൾക്കാം. ആദ്യം പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ വാക്കുകളിലേക്ക്. കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹം അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ പാർട്ടിയോടുള്ള കൂറും നിലപാടുമുള്ള ആളാണ്. അദ്ദേഹം ഞങ്ങളോട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കെ സുധാകരന്റെ അറിവോടെയല്ല ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് എന്ന് തങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞുവെന്നാണ്. എന്നാൽ അങ്ങനെയാണോ വസ്തുത? കെ സുധാകരൻ അതിനെക്കുറിച്ച് പറയാനില്ലേ? നമുക്ക് കേൾക്കാം കെ സുധാകരന് ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്. ഞാൻ കണ്ണൂർ മത്സരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ണൂർ മത്സരിക്കും എത്ര തവണ പറഞ്ഞു. ഞാൻ ആവശ്യം ഉന്നയിച്ച ഇറക്കി അതിനുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു വേദി ഒരുക്കും. ആ വേദിയിലെ ആ ഉറപ്പിന്റെ അകത്തുള്ള ചർച്ചയിൽ പങ്കെടുത്ത് നമ്മളൊരു തീരുമാനത്തിലെത്തും. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പാർട്ടിക്ക് എന്താ കുഴപ്പം, ഞാൻ മത്സരിക്കുന്നതിന് പാർട്ടിക്ക് എന്തോ ദോഷം. കാരണം ചോദിച്ചാൽ അതൊരു എം പിയുടെ റൈറ്റ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇല്ല ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. അതിന്റെ ഒരു ശരിക്കും ഒരു കറക്റ്റ് ഇൻഫർമേഷൻ അറിയാതെയാണ് പുള്ളി എന്ന് പറഞ്ഞു പോയത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം. അയാൾ അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യുന്നില്ല, എങ്കിലും പറഞ്ഞു കാണുന്നത് വിശ്വസിച്ചിട്ടുണ്ടാവും പുള്ളി. ഫേസ്ബുക്കിൽ ഞാൻ തന്നെ എഴുതിയത്. വളരെ വ്യക്തമായി കെ സുധാകരൻ പറയുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ തന്നെ എഴുതിയതാണ്, ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ് പതിവ് പോലെ നമ്മളോട് നുണ പറയുകയായിരുന്നു, പച്ചക്കള്ളം പറയുകയായിരുന്നു. ഏതായാലും അതിനെ പ്രതിപക്ഷ നേതാവിന്റെ ആ വാദത്തെ കെ സുധാകരൻ തന്നെ തിരുത്തുന്നതാണ്, പൊളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും സുധാകരൻ നിലപാട് കടുപ്പിച്ച് ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. മത്സരിക്കുമെന്നതിൽ സുധാകരനെ സംബന്ധിച്ച് ഒരു മാറ്റവുമില്ല. എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, രണ്ടുപേരുടെയും വാക്കുകൾ, അതായത് ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും അതിന് മറുപടിയായി കെ സുധാകരൻ പറഞ്ഞ വാക്കുകളുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രതിപക്ഷ നേതാവിനെ കെ സുധാകരൻ തിരുത്തുകയാണ്. ആ വൈകാരികമായ കുറിപ്പ് അത് ഞാൻ എഴുതിയത് എന്ന് തന്നെ കെ സുധാകരൻ ഉറപ്പിച്ചു പറയുകയാണ്. നിലപാടുകളിൽ ഒരു മാറ്റവുമില്ലാതെ, ഒട്ടും അയവില്ലാതെ നിൽക്കുകയാണോ ഈ സമയത്ത് കെ സുധാകരൻ? തീർച്ചയായും മനു, സുധാകരൻ നിലപാടിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, വി ഡി സതീശൻ പറഞ്ഞതെല്ലാം കളവാണ് എന്ന് കൂടിയാണ് സുധാകരന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് താൻ തന്നെ ഇട്ട പോസ്റ്റാണ്, തന്റെ അക്കൗണ്ടാണ്. മാത്രമല്ല, ഈ കണ്ണൂരിൽ ഞാൻ മത്സരിക്കുന്നത് എന്താണ് പ്രശ്നം മറ്റുള്ളവർക്ക് എന്നാണ് സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കുന്നത്. എം പിമാർക്ക് മത്സരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, നിയമ തടസ്സമില്ല. മാത്രമല്ല, പ്രവർത്തകരുടെ വികാരമാണ് കണ്ണൂരിൽ താൻ മത്സരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സീറ്റിൽ വേണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് കെ സുധാകരൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യം. അതേസമയം തന്നെ ഈ കെ സുധാകരനുമായിട്ടുള്ള അനുനയ ചർച്ചകൾക്കായി ദില്ലിയിലേക്ക് വിളിപ്പിച്ചെങ്കിലും സുധാകരൻ പോകാനായി തയ്യാറായിട്ടില്ല. ദില്ലിയിലേക്ക് നിലവിൽ പോകുന്നില്ല. സീറ്റ് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ദില്ലിയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ, അതിനുശേഷം മാത്രമേ കണ്ണൂർ വിടുകയുള്ളൂ എന്നാണ് സുധാകരൻ ഇപ്പോൾ ആവർത്തിച്ച് നേതൃത്വത്തോട് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നാണ്. എന്നാൽ സുധാകരൻ പറയുന്നത് വി ഡി സതീശൻ ഫോണിൽ വിളിച്ചിട്ടേ ഇല്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അത്തരത്തിൽ വി ഡി സതീശൻ ആണ് തനിക്ക് മുന്നിലുള്ള പ്രധാന തടസ്സം. സീറ്റ് നിഷേധിക്കുന്നതിന് പോലും കാരണം വി ഡി സതീശനാണ് എന്നുള്ള കാര്യം സുധാകരൻ അക്കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് കടുത്ത രീതിയിൽ തന്നെ സുധാകരൻ ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ളത്. നിലവിൽ സുധാകരൻ കണ്ണൂരിലെ വീട്ടിൽ നിന്നുകൊണ്ട് തന്റെ സംസ്ഥാനത്തുള്ള പല സ്ഥലങ്ങളിലുള്ള അനുയായികളെയും പിന്തുണയ്ക്കുന്നവരെയും എല്ലാം തന്നെ ഫോണിൽ വിളിച്ച പിന്തുണ ഉറപ്പിക്കുന്ന ഒരു തിരക്കിലാണ്. ഏതായാലും നേതൃത്വവുമായി ഇടഞ്ഞു തന്നെ സീറ്റിൽ കുറഞ്ഞ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് സുധാകരൻ
സുധാകരൻ പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വന്ന ഒരു ഫോർമുല സുധാകരൻ നിർദ്ദേശിക്കുന്നയാൾക്ക് സീറ്റ് കൊടുക്കാമെന്നായിരുന്നു. പക്ഷെ ആ ഫോർമുലയും സുധാകരൻ അംഗീകരിച്ചില്ല. തനിക്ക് തന്നെ സീറ്റ് വേണം, താൻ നിർദ്ദേശിക്കുന്നവർ മത്സരിക്കണമെന്നല്ല, താൻ ഇവിടെ മത്സരിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യവും ആഗ്രഹവും. അതുകൊണ്ട് സീറ്റിൽ കവിഞ്ഞ ഒരു ചർച്ചകൾക്കും തയ്യാറല്ല എന്നാണ് സുധാകരൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് സുധാകരൻ. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. മാത്രമല്ല സുധാകരൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, സുധാകരന്റെ അടികളിലൂടെ സുധാകരൻ ഉദ്ദേശിക്കുന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട്. സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ പ്രത്യാഘാതം ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറും എന്നുള്ള രീതിയിൽ, അതായത് ഈ സണ്ണി ജോസഫിന് തന്നെ സുധാകരൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കണ്ണൂർ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പേരാവൂരിൽ തോൽപ്പിക്കും എന്നതുൾപ്പെടെയുള്ള ഭീഷണികളാണ്. ഏതായാലും കടുത്ത പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നേതൃത്വം കണ്ണൂർ സീറ്റുമായി ബന്ധപ്പെട്ട് കടന്നു. സീറ്റ് നിഷേധിച്ചാൽ കടുത്ത നിലപാടുകളിലേക്ക്, അതായത് സുധാകരൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഐ വിൽ ഗോ വിത്ത് BJP. എനിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സുധാകരൻ നേരത്തെ തന്നെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ സന്തോഷ് ഈ ഘട്ടത്തിൽ? തീർച്ചയായും സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് കടുത്ത തീരുമാനമാണ് എന്നുള്ളത് തന്നെയാണ്. ഇത്തവണ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്ന കാര്യം. ഈ കടുത്ത തീരുമാനം എന്താണ് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. സുധാകരൻ രാഹുൽ ഗാന്ധി നേരിട്ട് ഫോണിൽ വിളിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ ഈ ദില്ലിയിൽ നിന്ന് മടങ്ങിയതിനു ശേഷം രാഹുൽ ഗാന്ധി വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് സുധാകരന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ പ്രമുഖ നേതാക്കളെ സണ്ണി ജോസഫും ബന്ധപ്പെട്ടിട്ടുണ്ട്, മറ്റാരും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. ഈ വിളിച്ചവരോട് സുധാകരൻ പറയുന്ന ഒരേ ഒരു കാര്യം, സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയതിനു ശേഷം മാത്രം മതി ഇനി ചർച്ചകൾ എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സുധാകരൻ തുടരുകയാണ് ഒരു ഭാഗത്ത്. അതേസമയം തന്നെ സുധാകരന് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം, അത് ആ ഹൈക്കമാൻഡിനെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതിന് പിന്നിൽ പ്രധാനമായും VD സതീശനും KC വേണുഗോപാലിനും എല്ലാം തന്നെ പങ്കുണ്ട്. അവരും ഇപ്പോൾ ആ നിലപാടിൽ തന്നെ തുടരുകയാണ്. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ. ഏതായാലും ഈ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ കീറാമുട്ടിയായി പ്രതിസന്ധിയായി കണ്ണൂർ തുടരുകയാണ്. ഇവിടെ സീറ്റ് നൽകിയില്ലെങ്കിൽ പേരാവൂരിൽ സണ്ണി ജോസഫിനെ തോൽപ്പിക്കും എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളൊക്കെയാണോ ഇപ്പോൾ കെ സുധാകരൻ ഭീഷണിയായി മുന്നോട്ട് വച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സുധാകരൻ ഇനി എന്താണ് വിളിച്ചു പറയാൻ പോകുന്നത് എന്നൊരു വലിയ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിലുണ്ടോ സന്തോഷം? എന്താണ് അതിനെക്കുറിച്ചൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം സുധാകരനെ അങ്ങനെ സുധാകരനുമായി ഒരു കലഹമുണ്ടായി പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്തയാളാണ് സുധാകരൻ. ഏതു തരത്തിലും നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കാൻ മടിയില്ല, അതായത് കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് സുധാകരൻ എന്നുള്ളത് അവർക്കറിയാം. മാത്രമല്ല സുധാകരന് മുൻപുള്ളതുപോലെയുള്ള ഒരു വലിയ അണികളുടെയും മറ്റും പിന്തുണയില്ലെങ്കിലും ഇപ്പോഴും ഒരു വിഭാഗം ആളുകൾ സുധാകരനെ പിന്തുണയ്ക്കുന്നവരുണ്ട്. അവർ സുധാകരൻ പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ്. കണ്ണൂരിൽ ഉൾപ്പെടെയുള്ളവർ അവർ ഈ UDF-നെതിരെ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തവണ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായതോടുകൂടി തന്നെ പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ നില പരുങ്ങലിലാണ്. ആ പേരാവൂർ സീറ്റ് മുൻനിർത്തിയാണ് സുധാകരൻ മറ്റൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അവിടെ ഈ കണ്ണൂർ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പേരാവൂരിൽ സണ്ണി ജോസഫിനെ തോൽപ്പിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തകർ മാറും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഭീഷണി സുധാകരൻ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം സണ്ണി ജോസഫിന് മുൻപാകെ വെക്കുന്നുണ്ട്. അങ്ങനെ ഈ സുധാകരനെ പൂർണ്ണമായും പിണക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാതെ കണ്ണൂർ സീറ്റിൽ തട്ടി ഇപ്പോഴും കോൺഗ്രസ്. അതുകൊണ്ടാണോ പറയുന്നത് സുധാകരന് സീറ്റിൽ പകരം സുധാകരൻ പറയുന്ന സുധാകരന്റെ അടുത്ത ആളുകൾക്ക് സീറ്റ് കൊടുക്കാം എന്നൊരു സമീപനം അവർ സ്വീകരിക്കുന്നത്? അതാണ് ഇന്നലെ സ്വീകരിച്ച നിലപാട്. അതായിരുന്നു അവസാനമായി സുധാകരനുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്, സുധാകരൻ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കാം എന്നുള്ള ഒരു ഫോർമുല. പക്ഷെ സുധാകരൻ അത് ഒറ്റ വാക്കിൽ തന്നെ തള്ളിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഫോർമുല അംഗീകരിക്കുന്നില്ല. എന്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നവർ മത്സരിക്കണമെന്നല്ല പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്, ഞാൻ മത്സരിക്കണമെന്നാണ്. അതുകൊണ്ട് ആ ഫോർമുലയുമായി വരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സുധാകരൻ നൽകിയിരിക്കുന്ന കാര്യം. കാരണം സുധാകരൻ അറിയാം, ഈ സുധാകരനെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ സമയത്ത് കണ്ണൂർ സീറ്റ് ഉറപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് സുധാകരൻ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത്, അത് അനിവാര്യതയാണ് കണ്ണൂർ സീറ്റ് എന്ന് സുധാകരൻ പറയുന്നു. ഇതിൽ വലിയ രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. കാരണം നേരത്തെ സുധാകരന്റെ അനുയായിയെല്ലാമായിരുന്നു സണ്ണി ജോസഫും ഇപ്പോൾ സുധാകരന് സീറ്റ് നൽകുന്നതിന് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്.